തന്റെ 10ാമത്തെ വയസ്സിൽ ഇറച്ചിക്കടയിൽ ജോലിക്ക് പോകേണ്ടി വന്നവൻ 25ാം വയസ്സിൽ സ്വന്തമായ 8 ലോറികളും ഒട്ടനവധി ബിസിനസ് സംരംഭങ്ങളുമായി സമാനതകളില്ലാത്ത ജീവിത സമരങ്ങളോട് പൊരുതി ജയിച്ച് പോരാളിയായ ഒരു കഥയുണ്ട് പറയാൻ. 2ാം വയസ്സിൽ മാതാപിതാക്കൾ വേർപിരിഞ്ഞപ്പോൾ ഉമ്മയുടെ കൂടെ ഒരു ഷെഡിൽ കഴിഞ്ഞ കാലം. ഉമ്മ വീട്ടുജോലിക്ക് പോകുമ്പോൾ അവൻ ഇറച്ചിക്കടയിൽ പോത്തിനെ നോക്കാനായി ഇറങ്ങും. അന്ന് കിട്ടിയ 10 രൂപയ്ക്ക് 10 ലക്ഷത്തിന്റെ വിലയായിരുന്നു. കൂട്ടുകാരുടെ പഴയ യൂണിഫോമുകളും പുസ്തകങ്ങളുമായി പഴമയുടെ ബണ്ടവും പേറി പുതിയതെന്ന വാക്കിനെ മറന്നവൻ പഠിക്കാനായി പോകും. അവധി ദിവസങ്ങളിൽ അമ്മാവന്റെ ലോറിയിൽ ക്ലീനറായും സ്കൂൾ വിട്ടാൽ അടുത്തുള്ള കടയിലും അവൻ വിധിയെ പഴിക്കാതെ വിയർപ്പൊഴുക്കും. ഉമ്മ മറ്റൊരു കല്യാണം കഴിച്ചതോടെ അവൻ തറവാട് വീട്ടിലേക്ക് താമസം മാറി. തേപ്പ് പണിക്കും ബസ് കഴുകാനും പോയവൻ +1 4 ദിവസം പഠനത്തിനും 3 ദിവസം ബസ്സിലെ ജോലികൾക്കുമായി മാറ്റിവെച്ചു. ജീവിത സാഹചര്യങ്ങൾ തുടർച്ചയായി വെല്ലുവിളിച്ചപ്പോഴും പഠനം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായില്ല. വെല്ലുവിളികളെ സധൈര്യം നേരിട്ട് ഡിഗ്രിയും PGയും പൂർത്തിയാക്കി. പഠനശേഷം ലോറി റെന്റിനെടുത്ത് പണി തുടങ്ങിയവൻ 20ാം വയസ്സിൽ സ്വന്തമായി ലോറി വാങ്ങി. ഇന്ന് ഇൻഫിൻ എന്ന ബിസിനസ് സാമ്രാജ്യം 8 ലോറികളും യാർഡുകളും റെസ്റ്റോറന്റുകളും മൊബൈൽ ഷോപ്പുകളും കോക്കോ പുൾമാൻ എന്ന എംപ്ലോയീസ് സപ്ലൈ കമ്പനിയുമായങ്ങ് വളർന്ന് പന്തലിച്ചു. അതെ, ഇതവന്റെ കഥയാണ്. തീച്ചുളയിലെ തീനാളങ്ങളേറ്റ് വളർന്ന ബാല്യകൗമാരങ്ങളെ ഉറച്ച നിശ്ചയദാർഢ്യം കൊണ്ട് രാഗമിനിക്കെടുത്തെന്ന് വജ്രശോഭയാൽ തിളങ്ങുന്ന ഫാസിൽ അലിയുടെ കഥ. യഥാർത്ഥ പോരാളിയുടെ കഥ.